മക്കളെ, ഇന്ന് നമുക്ക് ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഗാന്ധിജി से बात किए बगैर भारत में कुछ नहीं किया जा सकता. മൗണ്ട് ബാറ്റൻ ने ऐसा क्यों सोचा होगा? ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരതത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് മൗണ്ട് ബാറ്റൻ ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ഗാന്ധിജി ഭാരത് കെ ജനനായക് थे. ഗാന്ധിജി ഭാരതത്തിന്റെ ജനനായകനായിരുന്നു. अपने देश के लोगों की स्थिति देखकर ഗാന്ധിജി सरल जीवन बिताते थे. സ്വന്തം ദേശത്തുള്ള ജനങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കി അദ്ദേഹം ലളിത ജീവിതം നയിച്ചിരുന്നു. ശാസൻ സുഖം ബനാനെ കെ ലിയെ ഉൻകോ ഖുശ് കർനാ था. ഭരണം എളുപ്പമാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണമെന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു ചിന്തിച്ചു. ഇസ്ലിയെ ഇസി പ്രകാർ സോച്ച, ഇതുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. मैं तो अपना नाश्ता साथ लाया हूँ. यहाँ गांधी जी के स्वभाव की कौन सी विशेषता व्यक्त होती है? എനിക്കുള്ള നാസ്ത, എനിക്കുള്ള പ്രഭാത ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ എന്ത് സ്വഭാവ വിശേഷതയാണ് ഇവിടെ പ്രകടമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജി ഹമേശ സരൾ ജീവൻ കെ ഉപാസക് थे. ഗാന്ധിജി ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. ഗാനെ മേ ബി ഇസി സരളത കാ ഭാവ് വേ പാൽത്തെ थे. ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം ഈ ലാളിത്യം പാലിച്ചിരുന്നു. അംഗ്രേസോം കെ ബെഡ്പൻ, ബെഡ്പൻ പറഞ്ഞ വളർച്ച, അംഗ്രേസോം കെ ബെഡ്പൻ കെ സാമനെ വേ സിർ ഉഡാക്കർ ഹി രഹേ. ബ്രിട്ടീഷുകാരുടെ മഹത്വത്തിനു മുന്നിൽ അദ്ദേഹം തല ഉയർത്തി നിന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. राजनीति में अक्सर कुछ बातें बगैर कहे भी कह दी जाती है. इसका मतलब क्या है? രാഷ്ട്രീയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? देश के बीच की राजनीतिक बातों में अक्सर मतभेद होते हैं. രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. कभी कभी प्रत्येक रूप से मतभेद प्रकट करना कभी कभी देश के लिए बदनाम है. വഹാം പ്രത്യക്ഷ രൂപസെ, ഇവിടെ പ്രത്യക്ഷമായിട്ട്, മതഭേദ് പ്രകട് കർണ, അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുക എന്നത് ദേശ് കെ ലിയെ ബദനാം ഹേ, ചിലപ്പോൾ അത് രാജ്യത്തിന് കുപ്രസിദ്ധമാണ്. അങ്ങനെ പ്രകടിപ്പിക്കുന്നത് രാജ്യത്തിന് കുപ്രസിദ്ധമാണ്. अतः अपने अनमनेपन, चुप्पी आदि के सहारे कहे बिना अपना मतभेद नेता लोग प्रकट करते हैं. അതുകൊണ്ട് മടിയും മൗനവും മറ്റും കൊണ്ട് ഒന്നും പറയാതെ നേതാക്കൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് മൗനവും മടിയും മറ്റും ഉപയോഗിച്ചിട്ടാണ് ആളുകൾ അവരുടെ കാര്യങ്ങൾ പറയാതെ പറയുന്നത്, നേതാക്കന്മാർ പറയാതെ പറയുന്നു എന്നാണ് പറഞ്ഞത്. അദഹ അപ്പനെ അൻമനേപ്പൻ ചുപ്പി ആദി കെ സഹാരെ കഹേ ബിന അപ്പന മതഭേദ് നേതാ ലോഗ് പ്രകട് കർത്തേ ഹേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠിത് ലേഖ് കെ ആധാർ പർ ലിഖേ. ഗാന്ധിജി കാ വ്യവഹാർ, ഗാന്ധിജിയുടെ സ്വഭാവം. ലേഖക് കി വ്യാഖ്യ, ലേഖകൻ വ്യാഖ്യാനിച്ചിരിക്കുന്ന കാര്യം. ഗാന്ധിജിയുടെ സ്വഭാവം. വൈസ്രോയ് കെ സാത്ത് കി ചർച്ച കെ സമയ അൻമനാപൻ ദിഖാന. വൈസ്രോയുമായിട്ടുള്ള ചർച്ചയുടെ സമയത്ത് ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കാം.
അപ്പന നാസ്ത ഗുദ്ലാന, തനിക്കുള്ള ഭക്ഷണം സ്വയം കൊണ്ടുവരിക. ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നത് ലേഖകൻ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? ഒന്നാമത്തെ ആൻസർ, ബന്ദ് കമരെ മേ ബൈഠ്കർ ഹിന്ദുസ്ഥാൻ പർ ഹുക്കുമത്ത് നഹീ കി ജാ സക്തി. അടച്ചിട്ട റൂമിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ സാധിക്കില്ല. ഹിന്ദുസ്ഥാൻ കെ ലോഗ് അപ്പനെ മെഹനത്ത് കി ഖാത്തെ ഹെ, ഇന്ത്യയിലുള്ള ജനങ്ങൾ സ്വന്തം പരിശ്രമ ഫലമാണ് കഴിക്കുന്നത്. ഇത്രയുമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്ന കാര്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കിതിലുള്ള അടുത്ത ആക്ടിവിറ്റി നോക്കാം. സംബന്ധ് പഹ്ചാനേം ലിഖേം, അതായത് ഗാന്ധിജി പോലെ, ഗാന്ധിജി പറഞ്ഞു, മേം ആ രഹാ താ തോ രാസ്തേ മേ റെയിൽഗാഡി മേ കിസീനെ മേരി ഗഡി ചുരാ ലി. ഗാന്ധിജി എന്താണ് പറഞ്ഞത്? മേം ആ രഹാ താ, ഞാൻ വരികയായിരുന്നു, ആ സമയത്ത് വഴിയിൽ റെയിൽഗാഡിയിൽ ആരോ മേരി എന്റെ ഗഡി ചുരാലി, വാച്ച് മോഷ്ടിച്ചു. വഹ് ബഹുത്ത് പുരാനി ഗഡി ഥി, അത് വളരെ പഴയ വാച്ചായിരുന്നു. ആർ മുജെ ബഹുത്ത് പ്യാരി ഥി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. മേം, മേം എന്ന് പറഞ്ഞാൽ ഞാൻ, മേരി എന്റെ, മുജെ എനിക്ക്. ഈ മേം എന്നത് തന്നെയാണ് ഇതിന്റെ സർവനാമമായിട്ട് വരുന്നത്. അപ്പൊ യഹാ മേം കാ സംബന്ധ് കിസ്സേ ഹെ എന്നാണ് ഇവിടെ ചോദ്യം. ഇവിടെ മേം എന്നതിന്റെ സംബന്ധം കിസ്സേ, ആരുമായിട്ടാണ്? ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഗാന്ധിജി അല്ലേ? എന്താണ് അതിന്റെ ആൻസർ? ഗാന്ധിജി എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, ഇതാണ് ആൻസർ, ഗാന്ധിജി. ഇനി അടുത്തത് നോക്കാം. അടുത്തത്, പഹ്ചാനേം മേരി മുജെ ജൈസെ പദ് കൈസെ ബൻത്തെ ഹെ, നിങ്ങളോട് തിരിച്ചറിയാൻ മേരി അതുപോലെ തന്നെ മുജെ എന്ന പദം എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങളിത് പഠിച്ചതാണ് അല്ലേ? സർവനാമവും അതുപോലെ തന്നെ പരസർഗ് വിഭക്തി പ്രത്യയം നിങ്ങൾ പഠിച്ചതല്ലേ? സർവനാമവും വിഭക്തി പ്രത്യയം ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ പഠിച്ചതാണ്. സർവനാം ഓർ വിഭക്തി പ്രത്യയ് 8ാം ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണത്. മേം പ്ലസ് കാ മേര, മേം പ്ലസ് കെ മേരെ, മേം പ്ലസ് കി മേരി, മേം പ്ലസ് കോ മുജ്കോ അല്ലെങ്കിൽ മുജെ ഒക്കെ പഠിച്ചതല്ലേ? അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത്, അത് നമുക്ക് മേരി എന്നതിന്റെ ബന്ധം ഒന്ന് എഴുതിയത് കാണിച്ചു തരാം. മേരി അതുപോലെ തന്നെ മുജെ എന്നത് ഏതാ? മേരി എന്നാൽ മേം പ്ലസ് കി ആണ് മേരി. മുജെ മേം പ്ലസ് കോ മുജെ, മുജ്കോ അല്ലെങ്കിൽ മുജെ ആണ് മേം പ്ലസ് കോ. ഓക്കെ, ഇനി നമുക്ക് അതിൽ തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? लेख से സർവനാം തഥാ ഉസ്കെ പരസർഗ് സംയുക്ത രൂപവും കോ ചുൻകർ ലിഖേ. അതായത് നിങ്ങളൊരു ലേഖനമാണ് ഇവിടെ പഠിച്ചത്. ഈ ലേഖനത്തിൽ സർവനാമം അതുപോലെ തന്നെ അതിന്റെ പരസർഗ്, നിങ്ങളുടെ ആ രൂപം ഇതിലുള്ളത് തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടല്ലോ മേം എന്നതിന്റെ പരസർഗ്, നമ്മൾ മേം എന്നതിന്റെ പരസർഗ് കണ്ടു, മേരി മുജെ എന്ന് കണ്ടു. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്, വേറെ പഠിച്ചിട്ടുണ്ട്. അതാണ് ചോദിച്ചിരിക്കുന്നത്. പഠിച്ച കാര്യം ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ആദ്യം മുതലേ ഇതിലുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. ഉനോനെ എന്നത് ഉനോനെ, വേ പ്ലസ് നെ ആണ് ഉനോനെ. വേ പ്ലസ് നെ, വാ എന്ന് എഴുതുക, എ ചിഹ്നട, വേ പ്ലസ് നെ ആണ് ഉനോനെ. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ ഉനിക്കയാണ്, ഉനിക്കെ. വേ പ്ലസ് കെ ആണ് ഉനിക്കെ, വേ പ്ലസ് കെ ആണ് ഉനിക്കെ. ഓക്കെ, ഇനി അടുത്തത് ഇസ്ക, യഹ് പ്ലസ് ക, ഇസ്ക, യഹ് പ്ലസ് ക, ഇസ്ക. ഉസേ, വഹ് പ്ലസ് സേ ആണ് ഉസേ, ഉസേ, ഉസ്സേ എന്നും വരും. വഹ് പ്ലസ് സേ, ഉസേ, വഹിന് വരുന്നതാണ് ഉസേ, വഹിനാണ് ഉസ് എന്ന് വരുന്നത്. ഇനി അടുത്ത് നോക്കാം. അതിൽ പിന്നീട് വന്നിരിക്കുന്നത് ഉസ്കെ, വഹ് പ്ലസ് കെ, ഉസ്കെ, വഹ് എന്ന് എഴുതാ, കെ എന്ന് എഴുതാ, അതാണ് ഉസ്കെ. ഇനി ഇതിൽ വന്നിരിക്കുന്നത് ഇസ്ക എന്നാണ്. ഇസ്ക,
ഇസ്ക, ഇവിടെ വേറെ ഒന്നുമില്ല. ലാസ്റ്റ് ആയിട്ടുള്ളത് ഇസ്ക എന്ന് തന്നെയാണ്. ഇസ്ക എന്നതിൻ്റെ യഹ് പ്ലസ് ക ആണ് ഇസ്ക. യഹ് പ്ലസ് ക ഇസ്ക. ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് അത്രയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, അതിൽ കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ബോക്സിലേക്ക് നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇവിടെ സർവനാം മേം, മേരി, മുജെ എന്ന് എഴുതിയല്ലോ. അതുപോലെ നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഉന്നോനെ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് എഴുതുക? ഏതിൽ നിന്നാണ് ഉന്നോനെ ഉണ്ടായിരിക്കുന്നത്? വേ അല്ലേ, വേ ആണ്. അപ്പൊ വേ എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ എന്ത് എഴുതണം? ഉനോനെ എന്ന് എഴുതണം. വേ പ്ലസ് നെ ആണ് ഉനോനെ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വേ എന്നതിൽ നിന്നാണ് ഉനോനെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പിന്നെ സർവനാമം വേ ഇവിടെ എഴുതും. യഹ്, വഹ്, വേ, യേ ആണ് സർവനാമങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ വേ എന്നത് ഇവിടെ എഴുതുക. പിന്നെ ഇസ്ക പറഞ്ഞല്ലോ, ഇസ്ക യഹ് പറഞ്ഞല്ലോ, യഹ് ആണ് സർവനാമമായിട്ട് വരിക, യഹ് ഇവിടെ എഴുതുക. ഓക്കെ. ഉസ് എന്നതിന്റെ വഹ് ആണ് വരിക, വഹ് ഇവിടെ എഴുതുക. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് രേഖാങ്കിത പ്രയോഗം പർ ധ്യാൻ ദേം ഓർ നയേ വാക്യ ബനായേം, ഈ വർക്ക്, അതുപോലെ തന്നെ ബാച്ചിത്ത് എഴുതാനുള്ളത്, ഡയറി എഴുതാനുള്ളത്, ഈ 3 കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതുകൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാവരും കാണണം. നിങ്ങൾ ഈ തന്നിരിക്കുന്ന വർക്ക് എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ.